ഹലോ. അപ്പോൾ രാവിലെ നീർദോശയും മുട്ട റോസ്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ച് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അമ്മേനെയും കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ പോകുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അമ്മ പറഞ്ഞു എന്നോട് ഒറ്റയ്ക്ക് പോയിക്കോളാന്ന്. ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു തലേദിവസം വരെ അമ്മ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പെട്ടെന്ന് ഞാൻ രാവിലെ വലിഞ്ഞു കയറി അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാനും വരാമെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിഗൂഢമായ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ കൊണ്ട് അവിടെ എത്തിയപ്പോൾ ലക്ഷ്മി മേഘൻ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മളവിടെ ടോക്കനൊക്കെ എടുത്ത് കാത്തിരുന്നു. അപ്പം തന്നെ എനിക്ക് വിശപ്പ് തുടങ്ങി. 12 മണി മുട്ടിയപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചു നിൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കി തിന്നിട്ടല്ലേ നീ വന്നതെന്ന്. ഞാനതൊന്നും കേൾക്കാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് വിശന്നാൽ പിന്നെ കണ്ണ് കാണൂല. മറ്റേ നമ്മുടെ സ്നിക്കേഴ്സിൻ്റെ പരസ്യം ഉണ്ടല്ലോ, വിശന്നാൽ നമുക്ക് കണ്ണൊന്നും കാണൂല, ചുറ്റിനുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം നേരെ ഒരു അമ്മ എന്ന് പറഞ്ഞ് വനിതാ ഹോട്ടലിൽ പോയി. നമ്മൾ അവിടെ പോയിട്ട് നേരെ ചോറ് കഴിച്ചിട്ടു. അപ്പോൾ അവിടെ നോൺ വെജ് ഒന്നും ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനാണെങ്കിൽ ഈ ചോറൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത പോലെയാണ് തിന്നുന്നത്. അപ്പോൾ എനിക്ക് തീറ്റപ്രാന്ത് മുന്നേ ഉള്ളതല്ല, ഇപ്പോൾ കുറേ നാളായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ അമ്മ കഴിച്ചില്ല ചോറ്. അമ്മ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കൽ കുറവാണ്. അപ്പോൾ എൻ്റെ ഈ ആക്രാന്തം കൊണ്ട് അമ്മ പോയിട്ട് എൻ്റെ കൂടെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനവിടുന്ന് ചോറ് കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പം ഇവൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിലുണ്ടായിരുന്ന ഒരു ചേച്ചി ഒരു മുട്ടായി എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിവൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇവൻ്റെ ഈ മുട്ടായി താഴെ വീണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് ആ വെപ്രാളത്തിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ മുട്ടായി താഴെ വീണ് പോയപ്പോൾ ഇവൻ ആകെ വിഭ്രാന്തിപ്പെട്ട് കരഞ്ഞ് ആകെ അലങ്കോലാക്കി അവിടെ. അപ്പം അവർ വിചാരിച്ചു ഇവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് കരയുന്നതെന്ന്. അപ്പോൾ അതൊന്നും അല്ല സംഭവം. ഇവൻ മുട്ടായി താഴെ വീണിട്ടാണ് കരഞ്ഞത്. അപ്പോൾ ഈ മുട്ടായി എടുത്ത് ഞാൻ അങ്ങ് പുറത്ത് കൊണ്ടുപോയി ഒരു തെങ്ങിൻ്റെ ഒട്ടി കളഞ്ഞു. അപ്പോൾ ഇവൻ ആ തെങ്ങിലൊക്കെ നോക്കിയാൽ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് നമ്മൾ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ച് നേരെ കാഞ്ഞങ്ങാട് എത്തി കേട്ടോ. അപ്പം കാഞ്ഞങ്ങാട് എത്തിയപ്പോൾ നമ്മുടെ ഒരു 10 രൂപയുടെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി. ഏതായാലും വന്നതല്ലേ. ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ നിഗൂഢമായ ലക്ഷ്യങ്ങൾ. അങ്ങനെ ഞാൻ അവിടെ കയറി. പിന്നെ എനിക്ക് ആദ്യം വിശക്കാൻ തുടങ്ങി. അന്നേരം നമ്മളൊരു മുന്തിരി ജ്യൂസ് കുടിക്കാൻ കയറി. അപ്പോൾ ഉണ്ട് അവിടെ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നു കേട്ടോ. എൻ്റെ കൂടെ TTCക്ക് പഠിച്ചാണ് അവൾ. എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അവൾക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ. അവൾ തുടങ്ങിയ ശേഷമാണ് ഞാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഒരു KSRTC ബസ്സിന് കയറി ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റീൽസൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് കഞ്ഞിയാക്കി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മത്തങ്ങയും പയറും എലിശ്ശേരി ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. പിന്നെ അച്ചാറുണ്ടായിരുന്നു, വെള്ള നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിച്ചു. നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഗിരീഷേട്ടനൊരു കുടി കൂടലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഷിട്ടു ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ ലേറ്റായി, ഏകദേശം 9:30 ആയി. അപ്പോൾ ഗിരീഷേട്ടൻ വന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ബേക്കറിയൊക്കെ നമ്മളിങ്ങനെ ഇന്ന് വരുമ്പോൾ ബേക്കറി മേടിച്ചായിരുന്നു. അങ്ങനെ ബേക്കറി എപ്പോഴൊന്നും വാങ്ങിക്കാറില്ല, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല ബേക്കറി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കഴിക്കും. ഇന്നിപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, 9:30 ആയപ്പോൾ ആദ്യം വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായയും വെച്ച് മുറുക്കുണ്ടായിരുന്നു. നുറുക്ക് നമ്മൾ ഇങ്ങോട്ട് ചക്ലി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഈ ചക്ലിയും കൂട്ടി നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എന്തോ തോന്നി ചായ വെച്ച് കുടിച്ചു, അത്രയേ ഉള്ളൂ. ചായ രാത്രി കുടിച്ചാൽ ഉറക്കം വരുമെന്നറിയില്ല. അപ്പോൾ ഈ ഒരു മാല ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചാട്ടെ, ഈ 10 രൂപേൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അതാണ് ഞാനെടുത്ത് ഇട്ടേക്കുന്നത്. അപ്പം മാലയൊക്കെ ചേർത്ത് ഞാനിങ്ങനെ ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് അമ്പു അമ്പു എന്ന് വിളിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അനുട്ടൻ ഗാന്ധാര സിനിമ കാണുന്നത്. അന്നേരം പിന്നെ ഞാനും അത് നോക്കിയിരുന്നു കേട്ടോ. ആ സിനിമ പിന്നെ എത്ര കണ്ടാലും എനിക്ക് മടുക്കാറില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമായി. അടുത്ത ത്രില്ലിങ് സിനിമയൊക്കെ അടുത്തതെന്താവും നോക്കിയിരിക്കാൻ. ഇത് കണ്ട് മടുത്തതാണെങ്കിലും പിന്നെയും കാണാൻ എനിക്കൊരു രസമുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അതിനകത്ത് കയറിയിരിക്കുന്നത്. അവൻ ഈ സിനിമ പ്രാന്താട്ടോ ഗാന്ധാര. അപ്പോൾ അങ്ങനെ അവൻ ഒരു 3-4-5 പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്ക് രണ്ടാൾക്കും ഇത് മടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടും കുറേ സമയത്ത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.